ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ 2ാം മൈലിലാണ് കേട്ടോ. ഈ കാണുന്ന ഹൈവേന്ന് വെറും 50 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 8 സെൻറ്റ് സ്ഥലവും ഓടിട്ടൊരു വീടുമാണ്. ഏകദേശം 20 മീറ്ററിന് മേലെ നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഈ ഒരു മതിലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി അങ്ങ് ലാസ്റ്റ് വരയ്ക്കും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് മൊത്തം നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ഗേറ്റ് ഉണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ. ഈ കാണുന്ന ടൈൽ ഹൗസ് ആണുള്ളത്. എൽ ഷേപ്പിൽ നമുക്ക് റോഡ് കിട്ടും നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട്. ഇവിടെ നമുക്ക് ഈ റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആ റോഡ് നേരെ തിരിയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നമുക്ക് ഏത് വരയ്ക്ക് നല്ല ഇഷ്ടംപോലെ നല്ല വീടുകളുള്ള നല്ലൊരു ഏരിയ. ഹൈവേ നിന്ന് വെറും 50 മീറ്റർ പോലും ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ചുറ്റും മതിലുണ്ട് കേട്ടോ. കോമ്പൗണ്ട് വാൾ ചുറ്റുമുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെയുള്ള നല്ല കോമ്പൗണ്ട് വാൾ ഉണ്ട്. അങ്ങ് ലാസ്റ്റ് വരയ്ക്കും ഈ ഭാഗത്ത് തേച്ചിട്ടുള്ള അങ്ങ് ലാസ്റ്റ് വരയ്ക്കും നമുക്ക് കോമ്പൗണ്ട് വാൾ കിട്ടുന്നുണ്ട്. കണ്ടില്ല, ഇഷ്ടംപോലെ തെങ്ങുകളും പ്ലാവ്, മാവ്, അങ്ങനെ. ഇപ്പോൾ തെങ്ങ് നോക്കുമ്പോൾ ഒരു 6 തെങ്ങുണ്ട്, 2 പ്ലാവ്, 2 മാവ്, 2 പുളിമരം, അതുപോലെ കവുങ്ങ് 2 ഉണ്ട്, ചെമ്പകപ്പൂവുണ്ട്, മുരിങ്ങമരമുണ്ട്, വാഴകളുണ്ട്. അങ്ങനെ എല്ലാം ടൗണിൽ നോക്കുമ്പോൾ പാലക്കാട് ടൗണിന് വളരെ നിയറസ്റ്റ് ആണ്. പൊലോക്കോട് ജംഗ്ഷൻ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 3 കിലോമീറ്റർ ഉള്ളൂ. അതുപോലെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. മേപ്പറമ്പ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ. അങ്ങനെ എല്ലാ സൗകര്യവും ടൗൺ നോക്കുമ്പോൾ ടൗൺ ആണ്. എന്നാൽ ഒരു ഗ്രാമത്തിലൊരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, തെങ്ങ്, മാവ്, കവുങ്ങ് ഉണ്ട്. അങ്ങനെ എല്ലാം ഇതിനകത്ത് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇത്രയും പോർഷൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 സെൻറ്റായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. അത്രയും ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് പറഞ്ഞ് മലമ്പുഴ വെള്ളം തന്നെയാണ്. ബോർവെല്ലുണ്ട്, കുഴിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള അതിലിപ്പോൾ ഒരു യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ അവിടെ മോട്ടർ അടിച്ച മലമ്പുഴ വെള്ളം നേരെ ഇവിടെ ടാങ്കിൽ വരും. അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. നെല്ലിമരമാണ്. ഏകദേശം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു തൊടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ടാങ്ക് കൊടുത്തിരിക്കുന്നുണ്ടോ. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ മലമ്പുഴ വാട്ടർ നേരെ അതിലേക്ക് വരും. അതിൽ നമുക്ക് മേലുള്ള ടാങ്ക്, അപ്പുറത്ത് 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മോട്ടർ അടിച്ച് കയറ്റുകയും ചെയ്യാം. ഫുള്ളി മലമ്പുഴ വെള്ളം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ചുറ്റുവട്ടുള്ള എല്ലാ വീടുകളും ഏകദേശം മലമ്പുഴ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നാരങ്ങ മരം. അങ്ങനെ അത്യാവശ്യം 2ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇത് ഒരു ഓട് വീടാണ്. നമുക്ക് അത്യാവശ്യം താമസ സൗകര്യമുള്ള, ഇപ്പോൾ വീട്ടിൽ താമസം ഉണ്ട് ഓൾറെഡി. ഒരു 3 ബെഡ്റൂമോട് വീട്ടിലുള്ള ഒരു ഓട് വീട്. ഇവിടെ നമുക്ക് വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു വരാന്ത, ഇവിടെ അലക്കല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് അവിടെ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ആ മേലുള്ള ടാങ്കിലേക്ക് നമ്മൾ അവിടെയുള്ള ടാങ്ക് നമ്മളിവിടെ അടിച്ച് കയറ്റാൻ പറ്റും. കണ്ടില്ല, ചക്കയൊക്കെ നല്ല നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല കായ്ക്കുന്ന 2 ചക്ക, പ്ലാവ്, അതുപോലെ 6 തെങ്ങ്, എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ്. ടൗണിന് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഇപ്പോൾ 8 സെൻറ്റ് സ്ഥലം ചിലർക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് നോക്കിയിട്ട് എടുത്തിട്ട് 2 വീട് കെട്ടാനായിട്ടാണെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. ഹൈവേ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് ടൈൽ ഹൗസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഒരു ബെഡ്റൂം ഇവിടെ ലെഫ്റ്റിൽ കാണുന്നുണ്ട്. അതുപോലെ ഒരു നീളി, പണ്ട് പറഞ്ഞ പോലെ ഒരു പൂമുഖോ നീളിയോ ആ രീതിയിൽ ഉള്ളൊരു ഏരിയ. അതിലും ബെഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ബെഡ്റൂം. ഈ നീളി ഇവിടെ നേരെ കയറി പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം. വലിയൊരു ബാത്റൂം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പ് ടോയ്ലറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ടൈപ്പും ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ടൈപ്പും ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ബാത്റൂമാണ് ശരിക്കും. ഇത് കണ്ട് ഗീസറൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തതിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ആ നീളിയിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് കയറുമ്പോൾ ഇതൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 4 ബെഡ് ഇടാനുള്ള സ്പേസ് കണ്ടു. അത് ഡൈനിങ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്, ഇത് കിച്ചണാണ്. ഇതാണ് ഇതിലാകെയുള്ള പ്രോപ്പർട്ടിയുടെ കാര്യം. ഈ ടോട്ടൽ പ്രോപ്പർട്ടി 8 സെൻറ്റ് സ്ഥലവും ഈ ടൈൽ ഹൗസും ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഇതിന് ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 47 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള വിൽക്കാനുള്ള കാര്യങ്ങളും ആഡ് ചെയ്യാനും കാര്യത്തിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. എവിടെയാണ് പ്രോപ്പർട്ടി ഉള്ളത് നോക്കിയിട്ട് നമുക്കത് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.